ഷെയ്ഖ് ഹസീനയ്ക്ക് തൂക്കുകയാണ്. ഇപ്പോൾ അവർ നിലവിൽ ഇന്ത്യയിലാണ്. ഇന്ത്യയോട് ആവശ്യപ്പെടും ഷെയ്ഖ് ഹസീനയെ വിട്ടു നൽകാൻ. ഇന്ത്യ സ്വാഭാവികമായി വിട്ടു നൽകില്ല. അങ്ങനെയാണെങ്കിൽ ബംഗ്ലാദേശിന്റെ പ്രതികരണം എന്തായിരിക്കും? ഇപ്പോൾ തന്നെ ഇന്ത്യക്കെതിരായി പറയുകയാണ്. പല അവിടുത്തെ ചെറിയ നേതാക്കൾ ഉൾപ്പെടെ പറയുകയാണ്, ഇന്ത്യക്കെതിരായ ഭീകരവാദികൾക്ക് തങ്ങളുടെ മണ്ണ് ഒരുക്കി നൽകുമെന്ന് വരെ പറയുന്നു ഷെയ്ഖ് ഹസീനയെ തിരിച്ചു നൽകിയില്ലെങ്കിൽ. ഇതൊരു വലിയ സംഘർഷത്തിലേക്ക് പോകുന്നു. അല്ല, ഇന്ത്യയുമായിട്ട് നേരിട്ടൊരു സംഘർഷത്തിന് ബംഗ്ലാദേശ് തയ്യാറാവില്ല. കാര്യം നേരിട്ടുള്ള സംഘർഷം. പക്ഷേ മറ്റ് വഴികളിലൂടെ ഇപ്പോൾ നമുക്ക് നോക്കുകയാണെങ്കിൽ അന്താരാഷ്ട്ര തലത്തിൽ നമ്മൾ ശ്രദ്ധിക്കുന്ന ചില മൂവ്മെൻറ്റുകൾ, പാകിസ്ഥാൻ ഓപ്പറേഷൻ സിന്ദൂർ 2 ഭയന്നിട്ട് അവരുടെ ഇപ്പോൾ ഞാനത് വളരെ നേരത്തെ പ്രൊഡിക്റ്റ് ചെയ്തതാണ്, ഇപ്പോൾ നടന്ന ഈ ഇന്ത്യയിൽ നടക്കുന്ന ഭീകരാക്രമണങ്ങളുടെ എല്ലാം ബേസായിട്ട് അവരിട്ടേക്കുന്നത് ബംഗ്ലാദേശിനെയാണ്. അപ്പോൾ പാകിസ്ഥാൻ്റെ മണ്ണിൽ നിന്നും പ്രവർത്തനങ്ങളൊന്നും നടക്കുന്നില്ല എന്ന് ലോക ജനതയെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ട് അവർ കൂടുതലും ഓപ്പറേറ്റ് ചെയ്യുന്നത് ബംഗ്ലാദേശ് ബോർഡറിൽ നിന്നാണ് അവർ ഓപ്പറേറ്റ് ചെയ്യുന്നത്. അപ്പം ഷെയ്ഖ് ഹസീന വിട്ടുകൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മുടെ രാജ്യം, നമ്മുടെ രാഷ്ട്രീയ അഭയം നൽകിയ ഒരാളെ തിരിച്ച് വിട്ടുകൊടുക്കുക എന്നുള്ളത് അവർ ഇന്ത്യയുടെ ഒരു സഹോദരിയായിട്ടാണ് നരേന്ദ്രമോദി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതെന്തായാലും അഭിമാനമുള്ള ഒരു ഭാരതീയനും സാധിക്കുന്ന ഒരു കാര്യമല്ല. അത് എന്തൊക്കെ തന്നെ വന്നില്ല, അവരിപ്പോൾ ഔദ്യോഗികമായി തന്നെ ആവശ്യപ്പെടുകയാണ്, ഞങ്ങൾക്ക് വിട്ടുതരൂ. അല്ല, അതില് അവർ തന്നിക്കുന്ന ആ റിക്വസ്റ്റ് ഔദ്യോഗികമായിട്ട് ഡിപ്ലോമാറ്റിക് ചാനലിൽ ആവശ്യപ്പെട്ടിട്ടില്ല. അവരൊരു നോട്ട് മാത്രമേ കൊടുത്തിട്ടുള്ളൂ, ഇന്ത്യക്ക് വിട്ടു തരേണ്ടതാണ്. അതിന് റെഡ് കോർണർ നോട്ടീസ് ഉണ്ട്, ഒരുപാട് പ്രൊസീജിയറുണ്ട്. പക്ഷേ ഈ പ്രൊസീജിയറൊക്കെ നടത്തിയിട്ട് ഇപ്പോൾ ഇന്ത്യയിൽ നിന്ന് ഒരു വ്യക്തിയെ വിട്ടുകിട്ടാൻ ഇന്ത്യ ഗവൺമെൻറ് സമ്മതിക്കുന്നില്ലെങ്കിലും ഭയന്ന് നമ്മൾ അവരെ വിട്ടുകൊടുക്കുന്നു, അല്ലെങ്കിൽ ബംഗ്ലാദേശിനെയും പാകിസ്ഥാനെയും ഭയന്ന് ഷെയ്ഖ് ഹസീനെ വിട്ടുകൊടുക്കുക എന്നുള്ളത് ഇന്ത്യക്ക് ചിന്തിക്കാൻ പറ്റാത്തൊരു കാര്യമാണ്. ഷെയ്ഖ് ഹസീന പോകാൻ തയ്യാറാവുകയാണെങ്കിൽ നമുക്ക് വിട്ടുകൊടുക്കേണ്ടി വരും. അവരെ സംബന്ധിച്ചിടത്തോളം അവരുടെ മകൻ്റെ പ്രതികരണം കണ്ടോ, അവരുടെ അമ്മ ഇന്ത്യയിൽ സേഫാണെന്നും ഇന്ത്യ ഞങ്ങളെ സഹായിക്കുന്നു എന്നും കാണുന്നു. അപ്പോൾ ഇന്ത്യക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു സൗഹൃദ രാജ്യം തന്നെയാണ് ബംഗ്ലാദേശ് എന്ന് പറയുന്നത്, ഒരു അർത്ഥത്തിൽ പകുതിയോളം. പക്ഷേ അവിടെ ഈ തീവ്രവാദികളുടെ കടന്നുകയറ്റം ഉണ്ടായതാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന പ്രശ്നം. മാത്രമല്ല, അതിന് പാകിസ്ഥാനിൽ നിന്ന് കിട്ടുന്ന സഹായം, ചൈനയിൽ നിന്ന് കിട്ടുന്ന സഹായം, പിന്നെ അവിടെ ഒരു ജൻസി മൂവ്മെൻറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അതിന് വേണ്ടിയിട്ട് ഒരുക്കങ്ങൾ നടത്തിയത് ആരും നമ്മൾ ഇപ്പോഴും അതിൻ്റെ പുറകിലുള്ള ആൾക്കാരെ നമ്മൾ കൃത്യമായിട്ട് നമ്മൾ കണ്ടെത്തിയിട്ടില്ല. അടുത്ത് 2 മാസങ്ങൾക്കകം അവിടെ ഇലക്ഷൻ നടത്തണമെന്ന് പ്രഖ്യാപിച്ചിരിക്കുകയാണ് ബംഗ്ലാദേശ് ഇലക്ഷനിൽ ഈ ഹസീനയുടെ പാർട്ടിയെ ഉൾപ്പെടുത്താതെ, അവാമി പാർട്ടിയെ ഉൾപ്പെടുത്താതെ അവിടെ നടക്കുന്ന ഒരു ഇലക്ഷൻ ഒരു ഇൻക്ലൂസീവ് ഇലക്ഷൻ അല്ല. അതൊരു പല സൈനിക ഭരണാധികാരികളും ചെയ്യുന്ന മാതിരി. ഇപ്പോൾ തന്നെ ഒരു രാഷ്ട്രത്തലവൻ എന്നുള്ള രീതിയിൽ ഒരു പ്രസിഡന്റ് അവിടെ നിലവിലുണ്ടെന്നുള്ളതല്ലാതെ ഒരു അഡ്വൈസർ ഭരണത്തിലാണ് കഴിഞ്ഞ 6 മാസങ്ങളായിട്ട്, കഴിഞ്ഞ ആഗസ്റ്റ് തൊട്ട് ഇത് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇതിനകത്ത് ഒരു മാറ്റം വരണമെങ്കിൽ ജനാധിപത്യപരമായിട്ടുള്ള പ്രോസസ്സ് അവിടെ നടക്കുന്നു എന്ന് ഇന്ത്യക്ക് ബോധ്യപ്പെടുകയും വേണം. എന്നാൽ ഒരു സൗഹൃദ രാഷ്ട്രം എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇന്ത്യ ഇപ്പോഴും ബംഗ്ലാദേശിനോടുള്ള പല കാര്യങ്ങളിലുള്ള നിലപാട് പോകുന്നത്. ശത്രുതാപരമായ ഒരു നിലപാടിലോട്ട് ഇന്ത്യ ഇതുവരെ മാറിയിട്ടില്ല. മാറാനുണ്ടാകുന്ന സാധ്യതകൾ ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഓപ്പറേഷൻ പൂർവി പ്രചണ്ഡ് പഹാരി നടക്കുകയാണ്. അപ്പോൾ നമ്മുടെ ആ ഒരു ബോർഡറിൽ നമ്മുടെ സൈനിക വിന്യാസവും എക്സസൈസുകളും നമ്മൾ പൂർണ്ണമായിട്ടും ഒരു ശത്രു രാജ്യത്തോടുള്ള എന്നുള്ള ഒരു യുദ്ധത്തിനുള്ള തയ്യാറെടുപ്പിൽ തന്നെയാണ് നമ്മൾ ചെയ്യുന്നത്. അവിടെ ആ ഭാഗത്ത് വരുന്നത് വെസ്റ്റ് ബംഗ്ലാദേശ് മാത്രമല്ല, ചൈനയും വരുന്നുണ്ട്, മ്യാൻമാറും വരുന്നുണ്ട്. അപ്പോൾ ആ ഏരിയയിൽ നമ്മൾ നല്ല രീതിയിൽ സൈനികപരമായിട്ട് നേരിടാൻ തന്നെയാണ് നമ്മളവിടെ നിൽക്കുന്നത്. ഇന്ന് ഇന്ത്യയെ ഭയപ്പെടുത്തുക, അല്ലെങ്കിൽ പാകിസ്ഥാനെ സംബന്ധിച്ചിടത്തോളം ഒരു ചെറിയ രാജ്യത്തിന് സൈനികമായിട്ടായിരുന്നെങ്കിലും ശരി തന്നെ മറ്റ് കാര്യങ്ങളിലൊക്കെ ചെയ്യുന്നത് നേരിട്ട് അവർക്കൊന്നും ചെയ്യാൻ സാധിക്കത്തില്ല. പക്ഷേ ചൈനയെ പോലുള്ള രാജ്യങ്ങളെ കൂട്ടുപിടിച്ച്, പാകിസ്ഥാനെ കൂട്ടുപിടിച്ച്, ISIയെ കൂട്ടുപിടിച്ച് ചില ക്ഷുദ്ര പ്രവൃത്തികൾ അവരോട് ചെയ്യുമെന്ന് നമ്മൾ മനസ്സിലാക്കുകയും അതിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പുകൾ ഇന്ത്യൻ ഇൻ്റലിജൻസും പ്രതിരോധ സേനകളും നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അല്ല, അത്തരത്തിലൊരു നീക്കത്തിലേക്ക് പോവുകയാണെങ്കിൽ ഈ ബംഗ്ലാദേശിനെ സംബന്ധിച്ചിടത്തോളം അവർ ഇപ്പോൾ ഇന്ത്യയുമായി പല രീതിയിലുള്ള വെല്ലുവിളികൾ നടത്തുന്നുണ്ടല്ലോ. ഇത്തരം വെല്ലുവിളികൾ കൂടി വന്നാൽ ഇന്ത്യ എന്തായാലും പ്രതികരിക്കേണ്ടി വരില്ല. അത് നരേന്ദ്രമോദി പറഞ്ഞിരിക്കുന്ന ഒരു കാര്യമുണ്ടല്ലോ, കിട്ടേണ്ട സമയത്ത് കിട്ടേണ്ടതുപോലെ കിട്ടും. അത്രയും മാത്രം പറഞ്ഞതിൽ നിന്ന് എല്ലാം മനസ്സിലാവും.
ഇല്ല, പക്ഷെ അവർക്ക് ബോധ്യമാകുന്നില്ല. അത് പാകിസ്ഥാന് ബോധ്യമായല്ലോ. അത് പാകിസ്ഥാനെ ബോധ്യമാക്കാൻ സാധിക്കുമെങ്കിൽ അവർക്ക് നല്ലൊരു വ്യോമസേന പോലും ഇല്ല. പാകിസ്ഥാനാണെങ്കിൽ F-16 പോലുള്ള അത്യാധുനിക ടെക്നോളജി അവരിൽ കടമായിട്ടാണെങ്കിലും ഉണ്ട്, എരവ് വാങ്ങിച്ചാണെങ്കിലും അവരിലുണ്ട്. ബംഗ്ലാദേശിൻ്റെയിലാണെങ്കിൽ അരിയില്ല, ഭക്ഷണമില്ല, പിന്നെ ആയുധങ്ങളില്ല. സൈന്യ ബേസുകൾ തന്നെ ഇപ്പോഴും ചൈനയുടെ സഹായത്തോടെ സൈനിക ബേസുകൾ ബലപ്പെടുത്തി വരുന്നതേ ഉള്ളൂ. അങ്ങനെ ഒരു സൈനികമായിട്ടുള്ള ഒരു നീക്കത്തിന് ബംഗ്ലാദേശ് ഒരിക്കലും ഒരുപെടില്ല. അങ്ങനെ ഒരു സാഹസത്തിന് പുറപ്പെടില്ല. പാകിസ്ഥാനിൽ നമ്മൾ എന്താണോ കാണിച്ചത് അതിൻ്റെ നേർ വിപരീതമായിട്ട് ഇന്ത്യയിൽ കാണിക്കേണ്ടി വരും. പാകിസ്ഥാനോട് നമ്മൾ കാണിച്ചത് നദികൾ കെട്ടി അടയ്ക്കുകയാണ് ചെയ്തത്. നമ്മൾ നദികൾ തുറന്നു വിടേണ്ടി വരും. ചില സമയങ്ങളിൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുള്ളതാണ്. സമയത്തിന് ബംഗ്ലാദേശികളുടെ ജീവനിലുണ്ടാകാവുന്ന നഷ്ടത്തിനെ പരിഗണിച്ചിട്ട് നമ്മൾ പലപ്പോഴും നമ്മുടെ കനാലുകൾ തുറന്നു വിട്ടിട്ടില്ല. ധാരാളം മഴ പെയ്യുമ്പോഴത്തേക്ക് അത് നമ്മുടെ ആൾക്കാർ, ആസാമിലുള്ള നമ്മുടെ ആൾക്കാർ വെള്ളത്തിലാവുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോഴും നമ്മൾ പലപ്പോഴും ആലോചിച്ചിട്ടുണ്ട്, നമ്മുടെ ആൾക്കാരെക്കാളും കൂടുതൽ അവർ കെയർ കൊടുക്കുന്നത് ബംഗ്ലാദേശിലാണോ? ബംഗ്ലാദേശിൻ്റെ ഉള്ള വലിയൊരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആ ജലസംഭരണികളിൽ നിന്ന് നമ്മുടെ ആവശ്യത്തിനുള്ള വെള്ളം കഴിഞ്ഞ് ബാക്കിയുള്ളത് നമ്മൾ തുറന്ന് വിട്ട് കഴിഞ്ഞാൽ തന്നെ ആ രാജ്യം വെള്ളത്തിലാവുന്നൊരവസ്ഥയാണ്. അപ്പോൾ പാകിസ്ഥാനോട് എന്താണോ കാണിച്ചത് അതിന് അണക്കെട്ടാൻ നമുക്ക് ഒരുപാട് പൈസ ചിലവാകും, എന്നിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്. അണക്കെട്ട് തുറന്നു വിടാൻ നമുക്ക് ഒരുപാട് പൈസ ചിലവൊന്നുമില്ല. അതുകൊണ്ട് ചിലപ്പോൾ നമ്മളത് ചെയ്തെന്ന് വരും. തീരെ നിവർത്തിയിട്ടാണെങ്കിൽ നമ്മൾ കഠിനമായിട്ടുള്ള രീതികളിലോട്ട് നമ്മൾ ഇറക്കും. ഇത്തരം വെല്ലുവിളികളായാലും ഈ കോടതി വിധിയായാലും അവിടെ മൗലികവാദികൾ പിടിമുറുക്കിയതിന്റെ ഒരു തെളിവാണോ അവിടെ ഇത്തരം സംഭവങ്ങൾ? തീർച്ചയായും. നമ്മൾ നേരത്തെ പറഞ്ഞ മാതിരി IS-ൻ്റെതായിട്ടുള്ള ഒരു ഘടന അവിടെ, ISIയുടെ ഒരു ഘടന അവിടെ വന്നതായിട്ട് ലോകരാഷ്ട്രങ്ങളെല്ലാം സമ്മതിച്ചിട്ടുണ്ട്, പാകിസ്ഥാനും സമ്മതിച്ചിട്ടുണ്ട്. അപ്പോൾ പാകിസ്ഥാനും ബംഗ്ലാദേശും ചേർന്ന് വരുന്ന ഒരു ശക്തി ഇന്ത്യക്ക് ഒരു ഫോർമഡബിൾ ഡിഫൻസ് തന്നെയാണ് നമ്മളവിടെ ഉണ്ടാവുന്നത്. അത് നമ്മൾ ശക്തമായിട്ട് നേരിടും. എന്തായാലും അഫ്ഗാനിസ്ഥാനോട് നേരിടാനുള്ള സൈനിക ശക്തിയും മനഃശക്തിയും മാത്രമല്ല ആയുധത്തിൻ്റെ ശക്തിയും നമ്മുടെ കയ്യിലുണ്ട്. നമ്മൾ ഇതുവരെ നേരത്തെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ അതിനെ ഒരു ശത്രു രാജ്യം എന്നുള്ള രീതിയിൽ നമ്മൾ ഇതുവരെയും ബംഗ്ലാദേശിനെ പരിഗണിച്ചിട്ടില്ല എന്നുള്ളതാണ് അവരെ കൂടുതൽ ശക്തി ഉണ്ടെന്ന് കാണിക്കാൻ അവരെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത്. അത് കൃത്യമായിട്ടുള്ള ഇടവേളകളിൽ നമ്മൾ കൊടുക്കേണ്ട മരുന്ന് കൃത്യമായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ അല്ല, അപ്പൊ പറഞ്ഞു വരുന്നത് ബംഗ്ലാദേശും പാകിസ്ഥാനും മറ്റൊരു പാകിസ്ഥാനായി മാറി മറ്റൊരു അഫ്ഗാനിസ്ഥാനായി മാറുകയാണല്ലേ? അല്ല, അതിനേക്കാളും മോശപ്പെട്ട ഒരു അവസ്ഥയിലായിരിക്കും പോകുന്നത്. കാര്യം പാകിസ്ഥാനും അഫ്ഗാനിസ്ഥാനും ഒക്കെ സ്വന്തമായിട്ടുള്ള ഒരു ചട്ടക്കൂടെങ്കിലും ഉണ്ട് അവർക്ക് സ്വന്തമായിട്ട്. ബംഗ്ലാദേശിന് ഇന്ത്യയിൽ വളയപ്പെട്ട ഒരു രാജ്യമാണ്. അവർക്ക് മറ്റ് മാർഗങ്ങളൊന്നുമില്ല. ഇന്ത്യയുമായിട്ട് നേരിട്ട് അടിച്ചു നിൽക്കാനുള്ള ശക്തി അവർക്ക് ഒരിക്കലും ഇല്ല. അവിടുത്തെ ജനങ്ങൾ, അവിടെ ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്, ഇപ്പോൾ പാകിസ്ഥാനിലും പ്രധാനമന്ത്രി നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. നിങ്ങൾ മര്യാദയ്ക്ക് നിങ്ങൾ റൊട്ടി കഴിക്കൂ അല്ലെങ്കിൽ ഇന്ത്യയുടെ വെടിയുണ്ട കഴിക്കൂ എന്ന് പറഞ്ഞ ആ ഒരു വാചകം, അത് പാകിസ്ഥാനേക്കിൽ മാത്രമല്ല ഉദ്ദേശിച്ചത്, അത് ബംഗ്ലാദേശിനെ ഉദ്ദേശിച്ച് തന്നെയാണ്. അവർക്ക് വേണമെങ്കിൽ റൊട്ടി കഴിക്കാം അല്ലെങ്കിൽ ഇന്ത്യയുടെ വെടിയുണ്ട കഴിക്കാം എന്നാണ് പറഞ്ഞത്. അതിനകത്ത് മാറ്റമൊന്നുമില്ല. അത് അവരുടെ അടുത്ത് നമ്മുടെ നിലപാട് അത് തന്നെയാണ്. എന്തായാലും നമ്മുടെ മണ്ണും നമ്മളെ അതിരും മാനവും വിട്ട് നമുക്ക് ഒരു കളിയും ഇന്ത്യയിൽ നിന്ന് ആരും പ്രതീക്ഷിക്കണം. ഇവിടെ തിരഞ്ഞെടുപ്പ് വരുമെന്ന് പറയുന്നു. അങ്ങനെ തിരഞ്ഞെടുപ്പിൽ ഒരു സാധ്യതയില്ല. ഈ ഏകാധിപത്യ രാഷ്ട്രങ്ങളൊന്നും ഇന്ന് വരെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. നമ്മുടെ ഒരു നോബൽ സമ്മാനം കിട്ടിയ ഒരു വിദഗ്ധനാണ് അവിടുത്തെ ചീഫ് അഡ്വൈസർ എന്ന് പറയുന്നത്. അദ്ദേഹം ഏതെങ്കിലും ലോക നേതാക്കളുമായിട്ട് എഫക്റ്റീവായിട്ട് സംസാരിക്കുകയോ അല്ലെങ്കിൽ രാജ്യത്തെ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഇന്നുവരെ പരിഹരിച്ചതായിട്ടൊന്നുമില്ല. ഇന്ത്യ ഗവൺമെന്റിനും ഇന്ത്യയിലെ കമ്പനികൾക്കും തന്നെ ആയിരക്കണക്കിന് കോടി രൂപയാണ് വൈദ്യുതി വാങ്ങിച്ചതിൽ തന്നെ അവർക്ക് കൊടുക്കാനുള്ളത്. മറ്റ് ഭക്ഷണങ്ങളുടെ സപ്ലൈ നമ്മൾ നിർത്തിവെച്ചിട്ടുണ്ട്. ഇത് അവിടുത്തെ ജനങ്ങൾ ഏകദേശം, പിന്നെ ഒരുവിധം അവിടുത്തെ കൃഷി വളരെ ഫലഭൂയിഷ്ടമായിട്ട് പോകുന്നതുകൊണ്ട് മാത്രമാണ് അവിടെ ആൾക്കാർ ജീവിച്ചു പോകുന്നത്. അല്ലെങ്കിൽ പാകിസ്ഥാനേക്കാളും മോശപ്പെട്ട ഒരവസ്ഥയിലോട്ട് ബംഗ്ലാദേശ് നീങ്ങുന്ന കാലം വിദൂരമല്ല.